കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന്റെ റൺവേ വികസിപ്പിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കൽ ത്വരിതപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ കെ ശൈലജ എംഎൽഎയുടെ സബ്മിഷനുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ റൺവേ വികസിപ്പിക്കുന്നതിന് കാനാട് കിഴലൂർ മേഖലയിൽ 245 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഭൂമി ഏറ്റെടുക്കാത്തത് കാരണം ജനങ്ങൾക്ക് ഭൂമി ക്രയവിക്രയം നടത്താൻ കഴിയുന്നില്ലെന്നും ജനങ്ങൾ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നതെന്നും കെ ശൈലജ എംഎൽഎ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഭൂമി ഏറ്റെടുക്കൽ പ്രവർത്തനം പൂർത്തിയാക്കണം. 2008 ഭൂമി ഏറ്റെടുക്കൽ നഷ്ടപരിഹാര പാക്കേജ് തന്നെ റൺവേ വികസനത്തിന് സ്ഥലം നഷ്ടപ്പെട്ടവർക്കും നൽകണം. വീട് നഷ്ടപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കാൻ കിഴലൂർ കൂടാളി വില്ലേജുകളിൽ 36 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടി എത്രയും വേഗം പൂർത്തിയാക്കി പുനരധിവാസം ത്വരിതപ്പെടുത്തണമെന്നും എംഎൽഎ ആവശ്യപ്പെട്ടു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേ വികസിപ്പിക്കുന്നതിന് വേണ്ടി കീഴൂർ വില്ലേജിൽപ്പെട്ട കാനാട് കീഴൂർ മേഖലകളിൽ 245 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ നേരത്തെ പെടുത്തിയിട്ടുണ്ട്. സർ, 9 വർഷമായി ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ കഴിയാത്ത വിധം നോട്ടിഫിക്കേഷനിലായ ഭൂമിയിൽ ജനങ്ങൾ വലിയ നരകയാതനയാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കുകയും 2008 ഭൂമി ഏറ്റെടുക്കൽ പാക്കേജ് അനുസരിച്ച് 10 സെന്റ് ഭൂമി വീതം പുനരധിവാസത്തിന് നൽകുന്ന നടപടി നടപ്പിലാക്കുകയും ചെയ്യണം. കീഴലൂർ കൂടാളി വില്ലേജുകളിലായി 36 ഏക്കർ ഭൂമി പുനരധിവാസത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നതിന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂമി രണ്ടും ഏറ്റെടുത്ത് ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ. ഭൂമി ഏറ്റെടുക്കാനും നഷ്ടപരിഹാരം ലഭ്യമാക്കാനും നടപടികൾ ത്വരിതപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. നിലവിലുള്ള റൺവേ 3050 മീറ്ററിൽ നിന്നും 4000 മീറ്ററാക്കി ദീർഘിപ്പിക്കുന്നതിന് 245 ഏക്കർ സ്വകാര്യ ഭൂമി ഏറ്റെടുക്കുന്നതിന് 2020 സെപ്റ്റംബർ 17 വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരുന്നു. ഭൂമി ഏറ്റെടുക്കുമ്പോൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ മാർച്ച് 24 ചേർന്ന യോഗം സ്ഥലം ഏറ്റെടുക്കുന്നതിനും നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനും നടപടികൾ ത്വരിതപ്പെടുത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യത്തെ സംബന്ധിച്ചൊരു യോഗം ചേർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കാനും നഷ്ടപരിഹാരം ലഭ്യമാക്കാനും ത്വരിത നടപടികൾ സ്വീകരിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. സ്ഥലം ഏറ്റെടുക്കുന്നതിനാവശ്യമായ നടപടികൾ ത്വരിതപ്പെടുത്തുന്നതാണ്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.